ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിക്കാൻ മമ്മൂട്ടിയെ കുറിച്ച് പൊതുവേ ഉള്ള ഒരു ആക്ഷേപം, മമ്മൂട്ടിക്ക് അധികം വലിയ ഹിറ്റുകളൊന്നും ഇല്ല, ഇൻഡസ്ട്രിയൽ ഹിറ്റുകളൊന്നും ഇല്ല, അതിനുള്ള കാലിബറൊന്നും മമ്മൂട്ടിക്കില്ല. നമ്മൾ തിരിച്ചങ്ങോട്ട് ആലോചിക്കണം. ഒരുപാട് വർഷങ്ങളൊന്നും വേണ്ട. നമ്മൾ 2004 മുതൽ 2010 വരെ ഒരു 6 വർഷം കണ്ടിന്യൂസ് ആയിട്ട് മലയാള സിനിമയെ ഒരുപക്ഷെ താങ്ങി നിർത്തുന്ന മാത്രമല്ല, ഏറ്റവും കൂടുതൽ സൂപ്പർ ഹിറ്റുകളും മെഗാ ഹിറ്റുകളും ഇൻഡസ്ട്രിയൽ ഹിറ്റുകളും ഉള്ള നടൻ മമ്മൂട്ടി തന്നെയാണ്. ഇതിപ്പം നടന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മത്സരിപ്പിച്ച് പറയുന്നൊന്നുമല്ല, അത് സത്യമാണ്. നമുക്ക് നോക്കുമ്പോൾ ഗൂഗിളോ ചാറ്റ് GPT ഏത് നോക്കിയാലും ഇപ്പൊ ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷേ അതിനുശേഷം മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്ന 2020 ശേഷം മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്ന ക്യാരക്ടറുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാസ് മസാല പടങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം തന്നെ. അങ്ങനെയുള്ള പരീക്ഷണ ചിത്രങ്ങൾക്ക് മമ്മൂട്ടി വിധേയമാകുന്ന, അഭിനയിക്കാൻ സാധ്യതയുള്ള, പുള്ളിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾക്ക് പുള്ളി എല്ലാം വെച്ചു കൊടുക്കും. അങ്ങനെയുള്ള സിനിമകൾ ഗംഭീരം. ബ്രഹ്മയുഗവും, നൻപോൽ നേരത്ത് മയക്കവും, പുഴുവായാലും, റോഷാക്കായാലും അങ്ങനെയുള്ള സിനിമകൾക്ക് കൊടുക്കുന്നു. എന്നാൽ ഇപ്പോൾ ഒന്ന് ട്രാക്ക് നല്ലപോലെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. നിതീഷ് സഹദേവന്റെ സിനിമ പേരിട്ടിട്ടില്ല, അടുത്ത ആഴ്ച മമ്മൂട്ടി ജോയിൻ ചെയ്യും. കാരക്കുടി, തമിഴ്നാട്ടിലെ കാരക്കുടിയാണ് ലൊക്കേഷൻ. പക്ക ഒരു മാസ് മസാല ആക്ഷൻ എന്റർടൈനർ തന്നെയാണ് സിനിമ. അറിഞ്ഞതനുസരിച്ച് നമ്മുടെ ജീൻ പോൾ, അതായത് നമ്മുടെ ലാലിന്റെ മകൻ ജീൻ പോളും അതുപോലെ തന്നെ സിദ്ധാർത്ഥ ഭരതൻ, കുറെ താരങ്ങളുണ്ട്. എല്ലാം ആപ്റ്റായിട്ടുള്ള താരങ്ങളായിരിക്കും. മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻ, അതുപോലെ ഫാലിമിയുടെ ഡയറക്ടറാണ്, സർക്കസ് പശ്ചാത്തലമുള്ള സിനിമയാണ്. കുറേ ഒരു ഹ്യൂമറും ആക്ഷനും എല്ലാം വരുന്ന ഒരു മമ്മൂട്ടിയുടെ എല്ലാം തികഞ്ഞൊരു മാസ് മസാല പടം എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ. ഇനിയും പറയാവുന്നത് നിതീഷ് സഹദേവന്റെ പടം തന്നെയാണ്. സിനിമയാണ്, സ്ക്രീനിൽ വന്നാലേ ഗംഭീരമാകുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു സിനിമയ്ക്ക് മമ്മൂട്ടി ഡേറ്റ് കൊടുക്കുമ്പം 1-2 കൊല്ലം മമ്മൂട്ടി വെയിറ്റ് ചെയ്ത സിനിമയാണ്. കാരണം മമ്മൂട്ടി ഒരു 2 കൊല്ലത്തോളം നിതീഷ് സഹദേവനുമായിട്ട് സംസാരിക്കുകയും പിന്നെ അദ്ദേഹത്തിന്റെ അസുഖം മൂലം ഇടയ്ക്ക് ചെയ്യാതിരിക്കുകയും എന്നിട്ട് പോലും മമ്മൂട്ടി ഈ പടം വിട്ടിട്ടില്ല എന്ന് പറയുമ്പം എന്തോ അതിനകത്ത് സംതിങ് ഫിഷി, നല്ല എന്തോ സംഭവങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മമ്മൂട്ടി വെയിറ്റ് ചെയ്തത്. ആ വെയിറ്റിങ്ങിന് എന്തായാലും ഒരിക്കലും മോശം വരാൻ ചാൻസ് ഇല്ല. അതിഗംഭീരമായ ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനുശേഷം വരുന്ന മമ്മൂട്ടിയുടെ സിനിമകളും വളരെ പ്രോമിസിങ് ആണ്, പ്രത്യേകിച്ചും ബോക്സ് ഓഫീസിൽ. കാരണം മട്ടാഞ്ചേരി മാഫിയ, ഖാലിദ് റഹ്മാന്റെ പടമാണെങ്കിലും, കണ്ണൂർ സ്ക്വാഡ് 2 ആണെങ്കിലും ഒക്കെ ഗംഭീര സിനിമകളാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ഒരു 100 കോടി 200 കോടി 300 കോടിയൊക്കെ ചാൻസ് എത്താം. പിന്നെ മമ്മൂട്ടി കമ്പനിയാണ്, വിതരണമൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചാൽ ഈ പറയുന്നതിനൊക്കെ മണ്ടയ്ക്ക് എത്താൻ സാധിക്കും. നല്ല സിനിമകളായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇതിലും വിതരണം, ഡിസ്ട്രിബ്യൂഷനും പരസ്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെ. കാത്തിരിക്കാം. 2027 മമ്മൂട്ടിയുടെ വർഷമാണെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം.